ഹായ് ഫിഷി ഡോക്ടേഴ്സ്. ലോകമെമ്പാടും ഇപ്പോൾ ഒരു ഹോളിഡേ മൂഡിലാണ്. നമ്മൾ എവിടെ നോക്കിയാലും സെലിബ്രേഷൻസിൻ്റെയും ഡെക്കറേഷൻസിൻ്റെയും ഒക്കെ ഒരു മൂഡ് അല്ലേ. നമ്മൾ ടി വി വെച്ച് നോക്കിയാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കിയാലും എല്ലായിടത്തും ഇത് തന്നെയാണ്. സോ എവ്രിവെയർ ഇറ്റ്സ് ലൈക്ക് സെലിബ്രേഷൻ, ഹാപ്പിനെസ്, ജോയ്. ബിക്കോസ് ഒരുവിധം എല്ലാ ആളുകൾക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് സീസണാണ് ക്രിസ്മസ് സീസൺ. എന്താണെന്നറിയില്ല, ഈ ഒരു വർഷം അവസാനിക്കുന്നതിൻ്റെയോ പുതിയ വർഷം തുടങ്ങാൻ പോകുന്നതിൻ്റെയോ എന്തൊക്കെയോ ഒരു പുതിയ തുടക്കത്തിൻ്റെയോ ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഒരുപാട് ഹോപ്പും ഒരുപാട് ഹാപ്പിനെസ്സും ഒക്കെ ഉള്ള ഒരു സീസണാണ് ക്രിസ്മസ് സീസൺ. അപ്പോൾ എല്ലാ പ്രാവശ്യവും മിസ് വന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. ക്രിസ്മസ് ഒക്കെ ആ സമയമാകുമ്പോൾ, ന്യൂ ഇയർ ഒക്കെ വരാനാവുമ്പോൾ. സോ ഇപ്രാവശ്യം വാട്ട് ഐ വോണ്ട് ടു ടെൽ യു വാസ്, കുറേ കുട്ടികൾ, ഒരുപാട് പേര് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നുണ്ട്, ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, കരഞ്ഞിട്ടൊക്കെ വന്നിട്ട് കുറേ മക്കൾ പറയുന്നുണ്ട്. അതായത് അവർക്കൊക്കെയുള്ള ഒരു ഫീലിംഗ് എന്താണെന്നറിയോ, ഭയങ്കരമായിട്ട് റിപ്പൻറ്റ് ചെയ്യാണ്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷേ ഉഴപ്പിപ്പോയി, കുറച്ച് ഡിസ്ട്രാക്ഷൻസ് വന്നു, കുറച്ച് ഫ്രണ്ട്ഷിപ്പിൽ പ്രശ്നം വന്നു, കുറച്ച് വരെ ഞാൻ വിശ്വസിച്ച് ഭയങ്കരമായിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. പിന്നെ എനിക്ക് ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത അങ്ങനത്തെ ഭയങ്കര പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് കുറേ പേര് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇപ്പം അവരതൊന്ന് മാറി, ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ യു സ്റ്റിൽ റിപ്പൻറ്റിങ്, യു സ്റ്റിൽ ഡ്വെല്ലിങ് ഇൻ യുവർ പാസ്റ്റ്. ഇത് ഞാൻ മുമ്പ് നിങ്ങളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് വരണം. സോ ക്രിസ്മസ് സീസൺ ഇസ് സംതിങ് ദാറ്റ് ഭയങ്കര ഹാപ്പിനെസ്, ജോയ് ഒക്കെ എല്ലാവർക്കും തരുന്ന സീസണാണ്. പക്ഷേ ഇറ്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ഇവിടെയുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ എ സീസൺ ഓഫ് ഹോപ്പ്. അതായത് പ്രതീക്ഷ, അല്ലേ? അതല്ലേ എല്ലാവരെയും മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം. ഇന്നലെ വരെ കഴിഞ്ഞതൊക്കെ എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ വേഴ്സ്റ്റ് സിറ്റുവേഷൻ എന്തുമാവട്ടെ, ടുമോറോ ഇറ്റ്സ് ഗോയിങ് ടു ചേഞ്ച്. എല്ലാം മാറും, എല്ലാം വർക്കൗട്ട് ആകും, എല്ലാം നന്നാവും എന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷ, ശുഭാപ്തി വിശ്വാസം, ദാറ്റ്സ് വാട്ട് വിൽ ടേക്ക് us forward, റൈറ്റ്? എല്ലാവർക്കും ലൈഫിൽ വേണ്ടത് അതല്ലേടാ. എൻഡ് ഓഫ് ദ ഡേ പീസ് ഓഫ് മൈൻഡ്, അല്ലേ? മനസ്സമാധാനം. അതാണ് നമുക്കൊക്കെ കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. സോ മക്കൾ എന്താ ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ഇങ്ങനെ റിപ്പൻറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് കുറേ പേർക്ക് ഗിൽറ്റാണ്, പിന്നെ കുറേ പേർക്ക് ദേഷ്യം, വിഷമം, ഭയങ്കര അരോഗൻസ്, അല്ലേ? അത് നിങ്ങൾ പലരും സംസാരിക്കുമ്പോൾ തന്നെ അതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഭയങ്കര അരോഗൻസ്, പിന്നെ ഭയങ്കര ഈഗോ. ഞാനും പഠിക്കുന്നുണ്ട്, എല്ലാവരെയും പോലെ പഠിക്കുന്നുണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല, എനിക്കൊന്നും നന്നാവുന്നില്ല, ബാക്കിയുള്ളവർക്കൊക്കെ നല്ലതാണ് മിസ്സേ, അവരൊക്കെ ഭയങ്കര ചീത്തയാണ്, അവരുടെ സ്വഭാവമൊക്കെ ചീത്തയാണ്. പക്ഷേ എന്താ, അവർക്കൊക്കെ നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്. ഈ മോശപ്പെട്ട ആളുകൾക്ക് പിന്നെ നല്ലത് വരുന്നു, നല്ലത് ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ ചീത്ത വരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് ഒരുപാട് ഡിസ്റ്റർബിങ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ട്, അരോഗൻസ് ഉണ്ട്, ഒരുപാട് ഈഗോ ഉണ്ട്. അങ്ങനെ lot of things are there in your mind. It is because you're still dwelling in your past, or നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ്. യു ആർ പ്രയോറിറ്റൈസിങ് വാട്ട് അതേഴ്സ് ആർ ഡൂയിങ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അതേഴ്സ് ലൈഫ്സ്. ഇതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് മനസ്സിൽ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്. സോ വാട്ട് ഐ വോണ്ട് ടു ടെൽ യു ഈസ്, നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിന്നും, നിങ്ങളുടെ നീറ്റിൽ നല്ല മാർക്ക് വാങ്ങിക്കുക എന്നുള്ളൊരു ഗോള്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവുക എന്നുള്ളൊരു ഗോളിൽ നിന്നും നിങ്ങളെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന, നിങ്ങളെ പിടിച്ച് പുറകോട്ട് നിർത്തുന്ന ഒരു കാര്യവും കൂടിയാണ് ഇത്. അതായത് ഈ ഈഗോ, ഈ അരോഗൻസ്, അതൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് ലൈഫിൽ സ്ലോ ഡൗൺ ചെയ്യൂട. സോ ലെറ്റ്സ് ബി കൈൻഡ്, പ്ലീസ് ലേൺ ടു ബി കൈൻഡ്. നമ്മൾ എന്തിനാ ബാക്കിയുള്ളവരുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നതെന്ന് ആലോചിച്ചിട്ട് അത് നമ്മുടെ മനസ്സിൽ കുത്തി കയറ്റി വെക്കുന്നത്? വൈ ആർ വി ബീങ് സോ ബോതേർഡ് അബൌട്ട് അവരെന്താ ചെയ്യുന്നത്, അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത്? ആൻഡ് ദാറ്റ് ഈസ് ഓൺലി ഗോയിങ് ടു സ്ലോ. ഫോക്കസ് ഓൺ യുവർ സെൽഫ്, ഫോക്കസ് ഓൺ യുവർ പ്രിപ്പറേഷൻ, യുവർ ഫാമിലി. ബിക്കോസ് ഇന്ന് നിങ്ങൾക്കുള്ള ഈ ചീത്ത സിറ്റുവേഷനില്ലേ, ചിലപ്പോൾ നിങ്ങൾ മോശം സിറ്റുവേഷനിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റു പലരും കാരണമാവാം. കുറേ ആളുകൾ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടാവും, നിങ്ങളെ വിഷമിച്ചിട്ടുണ്ടാവും, ഓക്കെ ഫൈൻ. പക്ഷെ വി കാൻ ഗോ ആൻഡ് ചേഞ്ച് ദ പാസ്റ്റ്, റൈറ്റ്? ബട്ട് ആ ദേഷ്യം, ആ ഇത് നമ്മൾ മനസ്സിൽ വീറും വാശിയും വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൺലി ഗോയിങ് ടു ഡിസ്റ്റർബ് യു ആൻഡ് സ്ലോ യു ഡൗൺ. വാശി വേണം ഇൻ എ ഗുഡ് മാനർ, ദാറ്റ് ഞാൻ പഠിച്ച്, ഞാൻ എൻ്റെ ഡ്യൂട്ടി, നിങ്ങളുടെ പഠനമാകട്ടെ, നിങ്ങളുടെ വർക്ക് ആവട്ടെ, എന്താണെങ്കിലും ഞാൻ ജെന്യുവനായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഐ വിൽ റീച്ച് സംവെയർ, ഐ വിൽ അച്ചീവ് മൈ ഗോൾസ്. ഓക്കെ, ഇനി അങ്ങോട്ടാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ പറ്റും. നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള ഈ ബ്ലോക്കേജുകളെയൊക്കെ ഒന്ന് മാറ്റാം. ഓക്കെ, ഈ അരോഗൻസും ദേഷ്യവും മനസ്സിൽ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കരുത്. അത് നിങ്ങളുടെ മുഖത്തും കാണും. ഓക്കെ, ഒന്ന് ചിരിക്കുക, നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കുക. ആൻഡ്
let's just try to be kind and also make the wisest decisions always, my future doctors. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്ലീസ് ഡു ഗുഡ്. നിങ്ങളെ കൊണ്ട് നല്ലത് പറ്റുന്നതൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. നല്ലപോലെ നിങ്ങളുടെ വർക്ക് ജെന്യുവനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ജെന്യുവനായിട്ടുള്ള ഹാർഡ് വർക്ക് ഒരിക്കലും വേസ്റ്റ് ആയിട്ട് പോവില്ല. ആൻഡ് ഓൾസോ നിങ്ങളെ ദ്രോഹിച്ചവരാണെങ്കിലും ആരാണെങ്കിലും പ്ലീസ് വിഷ് ഗുഡ് ഫോർ എവ്രി വൺ. നമ്മളായിട്ട് ആർക്കും ഒരു ദ്രോഹം, നമ്മളായിട്ട് വേറെ ഒരാളുടെ ലൈഫിലും ഒരു മോശം അനുഭവം ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കുക. ഓക്കെ, സോ മേ ദിസ് സീസൺ ബ്രിങ് ഔട്ട് ഓൾ ദാറ്റ് യു വിഷ് ഫോർ. ശരിക്കും നല്ലൊരു മിറക്കിൾ നിങ്ങളുടെ ലൈഫിൽ നടക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് തകർന്നിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് എന്നുള്ള ഒരു ഗിഫ്റ്റ് അല്ലേ. ക്രിസ്മസ് ഇസ് ഓൾസോ എ ടൈം ഓഫ് മിറക്കിൾസ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പം സാന്റ വന്നിട്ട് ഗിഫ്റ്റൊക്കെ തരുന്ന ആ ഒരു ഇതില്ലേ, അതേപോലെ നിങ്ങൾക്ക് ഭയങ്കര പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവട്ടെ. ആൻഡ് നിങ്ങൾ ഇതുവരെ ചെയ്തത് എന്തുമായിക്കോട്ടെ, വാട്ട് എവർ ഫെയിലിയേഴ്സ് യു ഹവ് ബീൻ ത്രൂ അതൊക്കെ മാറും. And let's be hopeful, let's be happy and be kind, my children. Wishing you all a very, very happy, Merry Christmas and a very happy New Year. All the very best.